എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടിയുടെ മുകളിൽ എഴുതി വെക്കാനുള്ളതല്ല, ഓടിക്കുന്ന വാഹനത്തിന്റെ മുകളിൽ മാഷാ അല്ലാഹ് എഴുതി വെക്കുന്നവരുണ്ട്. വീടിന്റെ കവാടങ്ങളിലും വീടിനകത്തും മാഷാ അല്ലാഹ് എഴുതി വെക്കുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മനോഹരമായ ചരിത്രം അവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ട് കൂട്ടുകാരുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ടല്ലോ. സൂറത്തുൽ ബഖറ മുതൽ മിനദാ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും മനസ്സിന് വല്ലാത്ത കുളിർമയുള്ളതാണ്. പടച്ചവനെ, പഠിക്കാൻ ഒരുപാട് ചരിത്രങ്ങളും ഗുണപാഠങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും എടുത്ത് ഓതി നോക്കണം. ഖുർആന് പറയാത്തതൊന്നുമില്ല, അല്ലാഹുവിന്റെ ഖുർആന് പറഞ്ഞു തരാത്തതൊന്നുമില്ല. എല്ലാം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഓരോ അധ്യായം എടുത്തു നോക്കുമ്പോഴും സൂറത്തുൽ ബഖറയാകട്ടെ, ആൽ ഇംറാൻ ആകട്ടെ, നിസാ ആകട്ടെ, മാഇദയാകട്ടെ, അഅറാഫ് ആകട്ടെ, അൻആം ആകട്ടെ, പടച്ചവനെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും വല്ലാത്ത അത്ഭുതങ്ങളാണ്. ഒരുപാട് മുന്നറിയിപ്പുകൾ, ഒരുപാട് താക്കീതുകൾ, ഭീഷണിയുടെ സ്വരത്തില്, സ്നേഹത്തിന്റെ സ്വരത്തില് അല്ലാഹു വ്യക്തമായിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് മുൻഗാമികളുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാ. ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സൂറത്താണ്. ഞാനും നിങ്ങളും വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, സഹാബാ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തില് ജുമുഅയ്ക്ക് മുമ്പ് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണേ. ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം മുത്തുനബി അവിടെന്ന് എണ്ണി പറയുന്നുണ്ട്. അവിടെ എണ്ണി പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ വ്യക്തമായി പറഞ്ഞു തരികയാണ്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ, ഈ വെള്ളിയാഴ്ച ആരെല്ലാം ഓതിയിട്ടുണ്ടോ, പടച്ചവനെ എളുപ്പത്തിൽ ഓതാൻ കഴിയുന്ന ഒരു സൂറത്താണല്ലോ. പടച്ചവനെ, 15 മിനിറ്റ് മതി ഏതൊരു മനുഷ്യനും അത് ഓതി പൂർത്തിയാക്കാൻ. അത്ര പെട്ടത്തിൽ ഓതി തീർക്കാൻ കഴിയുന്ന സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താ ഒരാഴ്ചയവന് പേടി വേണ്ട, ഒരാഴ്ചയവന് യാതൊരു ഭയവും വേണ്ട. അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, അതുകൊണ്ട് പഠിക്കണം സഹോദരാ. ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സൂറത്തുകൾ പഠിച്ചല്ലോ, ഒരുപാട് ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ചവരാണ്. ഏത് മനുഷ്യനും 30ാമത്തെ ജുസുമുണ്ടല്ലോ, അതാ സൂറത്തുൻ നബഅ മുതൽ അമ്മയതസാഅലൂൻ അനിന്നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. പടച്ചവനെ, അവിടെ മുതൽ ഇങ്ങനെ താഴോട്ട് പടച്ചവനെ പഠിച്ചവരാണ്. സൂറത്തു റഹ്മാൻ പഠിച്ചവരാണ്, സൂറത്തുൽ വാഖിയ പഠിച്ചവരാണ്, സൂറത്തുൽ മുൽക്ക് പഠിച്ചവരാണ്, സൂറത്തു യാസീൻ പഠിച്ചവരാണ്, സൂറത്തു സജദ പഠിച്ചവരാണ്. പക്ഷേ നമ്മളിൽ പലരും വലിയ വലിയ സൂറത്തുകൾ പോയിട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ പോലും മറന്നുപോയവരാ. ഓതിയെടുക്കണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. ഖുർആൻ മറക്കല്ലേ, ഖുർആൻ
മറന്നു കളയല്ലേ. അത് നിസാര പാപമല്ല, അത് നിസാര പാപമല്ല. എത്രയോ ചെറിയ സൂറത്തുകൾ വല്ലുഹാ മുതൽ താഴെ ഓതാനറിയാത്ത ഏകദേശം സർവ്വ മുസ്ലിമിനും ഓതാനറിയുമല്ലോ. മദ്രസയിൽ പഠിക്കാൻ പോയിട്ടുള്ള ഏത് കുട്ടിക്കും ഓതാനറിയുന്ന സൂറത്തുകളാ. വല്ലുഹാ മുതൽ താഴോട്ട് ഓതാനറിയാത്ത ആരാ ഉള്ളത്? അതിനകത്ത് ഇനിയിപ്പോൾ ആകെ ഇപ്പോൾ ഓതാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കടുപ്പിച്ച് പോയ രണ്ട് വലിയ സൂറത്ത് ആകെ ഉള്ളത്. ഒന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, രണ്ട് ലം യകുനില്ലദീന എന്ന് തുടങ്ങി രണ്ട് സൂറത്തേ ഉള്ളൂ വലുത്, ബാക്കിയെല്ലാം ചെറുതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെല്ലാം പഠിച്ചതാ, പക്ഷെ ഓർമ്മ ഉണ്ടോ? എവിടെ ഓർമ്മ? എവിടെയാണ് ഓർമ്മ? മറന്നുപോയി. എന്നാ ഒന്ന് ഓതിയെടുക്കാം. യാസീനും ബക്കറയൊക്കെ പോകട്ടെ, ആ ഓതി പഠിച്ച കാണാപ്പാടം പഠിച്ചു വെച്ചിരുന്ന ആ ചെറിയ സൂറത്തുകളെങ്കിലും ഒന്ന് ഓതിയെടുക്കാൻ. എപ്പോഴും ഇന്നാത്തേനും കൊല്ലുവല്ല, ഇന്നാത്തേനും കൊല്ലുവല്ല, ഇന്നാത്താനും കൊല്ലു തന്നെ എപ്പോഴും. ഒന്നും മാറ്റിപ്പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മറന്നാൽ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? പഠിച്ചാ വലിയ പ്രതിഫലമാ. പഠിച്ചാ വലിയ പ്രതിഫലമോ. അൽഹംദുലില്ലാ. അലിഫ് ലാം മീൻ, മൂന്നക്ഷരം, ഒരക്ഷരത്തിന് 10 നന്മയാ. അലിഫ് ലാം മീം, ഓരോ അക്ഷരത്തിനും 10 നന്മ. അത്രയ്ക്കും പ്രതിഫലമാണ്. ഖുർആനിലെ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി സ്വർഗത്തിൽ പോകാൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ഒരു സൂറത്തിലെ ഒരായത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രയും വലിയ പ്രതിഫലമാണ്. എങ്കിലും മറന്നാലോ? അള്ളാഹു നമുക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. ഉപാശൊക്കെ പഠിച്ചൊക്കെ ഓർമ്മ ഉണ്ടോ? ചിരിച്ചാൽ മാത്രം വരാം. ഷാജിക്കാക്ക അലിക്കണം. നമ്മളൊക്കെ പഠിച്ച സൂറത്തുകൾ ഓതിയെടുക്കണം സഹോദര. ശിക്ഷ എന്തെന്നറിയോ? പറഞ്ഞു തരാം, പേടിപ്പിക്കണില്ല. ഹിഫ്ദ് കോളേജൊക്കെ തുടങ്ങാൻ ആലോചിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ബിരുദന്മാർ പറയാം, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോകാത്തതെന്ന്. ഉസ്താദ് പറഞ്ഞു കേട്ടോ, ഇത് പഠിച്ചിട്ട് മറന്നാൽ കിട്ടുന്ന ശിക്ഷ ഇതാ, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറയുന്ന ബിരുദന്മാരുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറക്കൂല സഹോദര. ഇത് പഠിച്ചാൽ മറന്നു പോകൂല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ മറക്കൂല. ഒരു ഹാഫിദ്, ഒരാൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ മറന്നൊന്നും പോകില്ല. മറക്കും അള്ളാനെ മറന്ന. ഒരു ഖുർആൻ പഠിച്ചവൻ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ചാൽ മറക്കൂല. നമ്മൾ എത്ര ഓതാൻ അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ ഓതുമ്പോൾ അറിയാതെ അങ്ങ് കൂടെ ഓതും. ഒന്ന് ഓതി തുടങ്ങിയാൽ മതി. ചിലപ്പോൾ അത് ഏത് സൂറത്താന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. 114 സൂറത്തിലെ ഏത് സൂറത്തിലെ ഈ ആയത്ത് എത്രാമത്തെ ആയത്താന്ന് വെച്ചാൽ ചിലപ്പം പറയാൻ അറിയണമെന്നില്ല. പക്ഷെ ഓതുന്ന കേട്ട കൂടെ ഓതും. അതാ ഖുർആൻ. അള്ളാഹുവിനെ മറന്നുപോയാൽ പോലും ഒരു ചരിത്രമുണ്ട്, മനോഹരമായ ഒരു ചരിത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് നമ്മൾ പേടിക്കുന്നത് മറന്നു പോകുമെന്ന്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ മറക്കൂല. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഖുർആൻ കൊടുത്തത്. അതാ മനസ്സിലാക്കണ്ടേ. ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അള്ളാഹുവിന് ഖുർആൻ കൊടുത്തത്. അപ്പൊ അള്ളാഹു ആദരിച്ചവനാണ്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില പ്രത്യേകമായ ആൾക്കാരുണ്ട്. വമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയുക്രിം അഹ്ലല്ലാഹ്. ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാർ. അഹ്ലുല്ലാഹ് എന്നാ പറഞ്ഞത്. അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെന്നല്ല, അത്രയും പ്രത്യേകമായി ചില ആൾക്കാർ. ആരാ നബിയെ? ഖുർആനിൻ്റെ ആൾക്കാരാണെന്ന് നബിയിന റസൂലുള്ളാഹി. അവർ അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരാണ്. അള്ളാഹുമായിട്ട് അത്രയും ബന്ധമുള്ളവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോകില്ല. വല്ലപ്പോഴും ഒന്ന് ഓതി കൊടുത്താൽ മതി. ഒന്ന് നനച്ചു കൊടുത്ത് ഓതിയെടുത്താൽ അൽഹംദുലില്ലാ ഓർമ്മയുണ്ടാകും. അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഏറ്റവും മോശമായവനാണെങ്കിലോ നിങ്ങൾ ചിന്തിക്ക്. ഒരു ചരിത്രം കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹാഫിളായ ഒരു സഹാബി, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ഹാഫിളായ ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയതാ. ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ചരിത്രം, അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്ന സമയം ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു ജൂത സ്ത്രീയെ, ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. വല്ലാത്ത ഗ്ലാമർ അവൾക്ക്. ആ പെണ്ണ് വല്ലാത്ത സുന്ദരിയാണ്. അവളെ കണ്ടതും
ഈ ഖുർആൻ പഠിച്ച ഈ സഹാബിയായ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്തൊരു സ്നേഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, അവസാനം ആ പെണ്ണിനോട് പ്രണയം. അതാണല്ലോ പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാ. പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോയി. അതുകൊണ്ടാണല്ലോ പാപ്പ കാലി പിടിച്ചിട്ട് കരയും, ഉമ്മ കരഞ്ഞാലും പറയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകേണ്ടത്. തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാതാ. അപ്പൊ അവസാനം ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു ആഗ്രഹമായി. അവസാനം അവൾ പറഞ്ഞു, അവൻ പറഞ്ഞു, സഹാബി പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണം. ആ സമയത്ത് ആ പെൺകുട്ടി എവിടെ നിന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം. ചരിത്രം പറയുകയാണ്, അങ്ങനെ ആ സ്വഹാബി ആ ജൂത പെൺകുട്ടിയുമായിട്ട് അവരുടെ മതത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ആ യുദ്ധം വരെ തോറ്റുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം തന്നെ തോറ്റുപോയി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ യുദ്ധത്തിന് പോയിരുന്ന ആ സ്വഹാബികൾ ഒരിക്കൽ ആ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നു, പണ്ടൊരു ചങ്ങാതി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവിടെ പെണ്ണൊക്കെ കെട്ടി കൂടിയല്ലോ, ഓനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഞാൻ ചരിത്രമാണ് പറയണത്. സഹാബിയുടെ ആ പേരെനിക്ക് ഓർമ്മയില്ലാതായിപ്പോയി. അത് ഞാൻ നോക്കി വെച്ചതല്ല, യാദർശികമായിട്ട് പറഞ്ഞുകൊണ്ട് പറയണേ. അങ്ങനെ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അന്ന് പണ്ട് യുദ്ധത്തിന് വന്ന ആ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അന്വേഷിച്ചു, കണ്ടുപിടിച്ചിട്ട് അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഹാബിയെ കണ്ടെത്തി. അടുത്തു പോയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പോയ സഹാബി ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബി പറഞ്ഞു, എല്ലാം മറന്നുപോയി, പക്ഷേ ഒരായത്ത് മാത്രം എൻ്റെ മനസ്സിലുണ്ട്. വല്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ സ്വഹാബി പറയുകയാ, ഒരു അമുസ്ലിമായ ജൂത പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മതം മാറിപ്പോയവൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചവനാണ് നീ, നിനക്ക് ആ ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി, പക്ഷേ ഒരേ ഒരായത്ത് ഞാൻ മറന്നിട്ടില്ല. ഒരേ ഒരായത്ത് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതായത്തായിരുന്നെന്നറിയുമോ? എന്തേ പടച്ചവനെ, ചരിത്രം പറയുകയാണ്, ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, പടച്ചവനെ, എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനം അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ, റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ എന്നർത്ഥം വരുന്ന ഒരേ ഒരായത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, വേണമെങ്കിലും ചെയ്യാ, ഒരു പരാതിയുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, അടിച്ചു വിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ. പക്ഷേ നടന്ന് അവസാനം അല്ലാഹ് പറയുകയാ, നീ സൂക്ഷിക്കണം. ഇതാണ് താക്കീതെന്ന് പറഞ്ഞ, ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ, ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സൂക്ഷിച്ചോടാ സിറാജ്, ഒരു ദിവസം നീ എൻ്റെ മുന്നിൽ വരണ്ടവനാടാ എന്ന് അള്ളാന്റെ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, ഖുർആനിലെ സർവായത്തുകളും മറന്നുപോയിട്ടും ആ മുസ്ലിമായ ജൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെന്ന് അല്ലാഹുവേ ഇതുപോലെ അർത്ഥം വരുന്ന ഒരായത്ത്, ഈ ആയത്ത്
മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ, പടച്ച റബ്ബിനെ മറന്നിട്ട് പോയവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോലും ഒരായത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക? അതുകൊണ്ട് പേടിക്കണ്ട. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലെ പല പല സൂറത്തുകൾ പഠിച്ചിട്ട് മറന്നു നടക്കുന്നവർ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങള് സഹാബത്തിനോട് സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു സ്വഹാബാ, അവിടുന്ന് സ്വർഗ്ഗത്തെക്കുറിച്ച്, സ്വർഗ്ഗത്തിലെ പഴങ്ങളെ കുറിച്ച്, സ്വർഗ്ഗത്തിലെ അരുവികളെ കുറിച്ച്, സ്വർഗ്ഗത്തിലെ പദവികളെ കുറിച്ച്, സ്വർഗ്ഗത്തിലെ മരങ്ങളെ കുറിച്ച്, സ്വർഗ്ഗത്തിലുള്ള തരുന്ന ഭക്ഷണത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ സ്വർഗ്ഗവും നരകവും കേട്ടിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഈ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ പോകണോ? ഈ എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ പോകണോ? ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയൊന്ന് പറഞ്ഞു തരുമോ? യാ റസൂലല്ലാഹ്, മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഭവനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വീടുകളുണ്ടല്ലോ, ഈ ഭൂമിയിലെ മസ്ജിദുകളുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന, ഈ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ, ഒരു ഇലയാകട്ടെ, ഒരു കമ്പാകട്ടെ, അതാരെങ്കിലും എടുത്ത് വെളിയിലേക്ക് കളഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്ക് അവന് എളുപ്പം കടന്നു പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞേ? പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ ഇത് ഒട്ടിച്ചിട്ടിരിക്കുന്നു, ഇന്ന് വിളക്കിയിട്ടില്ല, ഓടക്കുന്ന പടച്ചവനെ, ഇങ്ങനെ നോക്കിയാൽ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും. ആരെടുത്ത് കളയും വെളിയിൽ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് മോദീനെടുക്കട്ടെ അല്ലേ? അത് മോദീനെടുക്കട്ടെ. ഓനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണം അതിനു വേണ്ടിയല്ലേ? നമ്മൾ ആലോചിക്ക്. പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളിയിൽ കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. റോഡിൽ കിടക്കണ എടുത്ത് കളഞ്ഞാൽ പോകാവോ? പറ മനുഷ്യ. ഇവിടെ റോഡിൽ കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ട് സ്വർഗ്ഗത്തിൽ പോകുമോ? പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുടെ വീടിനകത്ത് കിടക്കണ, അള്ളാഹുടെ വീടിനകത്ത് കിടന്ന അതെടുത്ത് കളഞ്ഞ പെട്ടെന്ന് പോകും സ്വർഗ്ഗത്തിലേക്ക്. എങ്ങനെ? കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ, കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇനി മുതൽ പള്ളിയൊക്കെ നോക്കിക്കോളാം. അതന്നെ ചിരിക്കണ്ട, ഇതൊക്കെ കാണത്തുള്ളൂ. പോകാൻ ചുമ്മാ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇതൊക്കെ കാണത്തുള്ളൂ. പക്ഷേ അള്ളാഹ് പച്ച തൊപ്പിയൊക്കെ ഇട്ടപ്പോൾ നല്ല അൽഹംദുലില്ലാഹ് മാറ്റം. നമ്മുടെ വയത് കെട്ടപ്പോൾ നല്ല മാറ്റമുള്ളൊരു മനുഷ്യൻ. പള്ളിയായിട്ട് ഇപ്പം അത്ര ആക്റ്റീവാണ്. ഉസ്താദിന് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമത് ഇരിക്കുക. അപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹു ഖൈറും ബറക്കും. മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ, ചെറുക്കനെ കൂടെ കൊണ്ടുവരണം. പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴി. സഹാബത്ത് ഇങ്ങനെ ഇരിക്കുക, രക്ഷപ്പെട്ട് അല്ലേ? രക്ഷപ്പെട്ടു അൽഹംദുലില്ലാഹ്. അപ്പോൾ ചോദിച്ചു, നരകത്തിലേക്ക് പോകാനുള്ളൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അപ്പം ആരും മിണ്ടണില്ല. നരകത്തിലേക്ക് ഇതുപോലെ ഒരു കല്ല് കയ്യിൽ നിന്ന് താഴെ ഇട്ടാൽ അത് താഴേക്ക് ഇതുപോലെ സ്വർഗത്തിൽ പണിക്കുന്നു. രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞത്, ഈ വെള്ളം കൊടുക്കാതെ ഒരു പോത്തിനെ കൊണ്ടൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുക, തീറ്റാൻ കൊണ്ടുപോയി രാവിലെ കെട്ടിയിട്ടിരിക്കുക, എന്നും വെള്ളം കൊടുക്കേണ്ട സമയമായി. ഒരല്പം താമസിച്ചിട്ട് ആ കെട്ടങ്ങോട്ട് അഴിച്ചു വിട്ടാൽ മതി, പശു നേരെ കലത്തിൻ്റെ ചുട്ടി വന്നിരിക്കും കാടി കുടിക്കാൻ. അത് സ്ഥിരം വരുക. എന്തൊരു സ്പീഡിലായിരിക്കും ഓടുന്നത്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് പോകാനുള്ള എളുപ്പവഴി ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഖുർആനിലെ ഒരു സൂറത്തല്ല, ഒരായത്ത് പഠിച്ചിട്ട് മറന്ന പെട്ടെന്ന് നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പഠിച്ച സൂറത്ത് ഏതായിരുന്നു? ഇന്നലെ ഒരു സൂറത്ത് പഠിച്ചില്ലേപ്പാ? ഏതാ? വൽ അസ്ർ ഓദിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇന്നലെ നമ്മൾ പഠിച്ച സൂറത്താ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നേതാ? സൂറത്തുൻ നസ്ർ ആദ്യം ഓതി വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഇൻഷാ അല്ലാഹ് 110ാമത്തെ സൂറത്താണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ? നിങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയാനാ ചോദിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാ വന്നേ? പോയി സലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. ഇനി ഓഫായിക്കോ മോനെ, മതി. തണുപ്പായില്ലേ? അൽഹംദുലില്ലാ കേട്ടോ. അത് കേടാവാതിരിക്കാനാട്ടാ. വർക്കുണ്ടോയെന്ന് നോക്കണം. എൻ്റെ പൊന്നാര ചങ്ങാതി, അതും കൂടെ ഒന്ന് നേരെയാക്കുക കേട്ടോ. വെള്ളിയാഴ്ച റബ്ബിക്ക് എന്തോ ചൂടെന്നറിയും ഇതിനകത്ത്. പക്ഷെ അത്യാവശ്യമായിട്ട് അതുകൂടെ ഒന്ന് ക്ലിയറാക്കണം. അതുകൂടെ ഒന്ന് ക്ലിയറാക്കി. ഭയങ്കര ചൂട്, ഇങ്ങനെ ഒലിക്കുക, വിയർപ്പ്. സുബ്ഹാനല്ലാഹ്. പിന്നെ കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും നാൾ പിടിച്ചു നിന്ന്. ഇനിയിപ്പോൾ പറ്റൂല. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അൽഹംദുലില്ലാ സ്കൂളൊക്കെ തുറക്കാൻ പോകാമെന്ന് പറയണേട്ടെ. പടച്ചവനെ, ഇനി മക്കളെയൊക്കെ രാവിലെ പൊക്കി വിടുന്ന പാട് എന്താവോ പടച്ചവനെ. ഇനിയിപ്പോൾ കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിൽ വിടുന്നതൊരു വലിയ ജിഹാദാണ്. അതൊരു ജിഹാദാണ്. ഇനി മാതാപിതാക്കൾക്ക് ജിഹാദ് തുടങ്ങാൻ പോകാം. രാവിലെ ഇതിനെയൊക്കെ പൊക്കിയിട്ട് ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, പടച്ചവനെ എൻ്റെ മോനെയൊക്കെ ഇനി, സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാറേയില്ല. എത്ര നിർബന്ധിച്ചാലും ഓൻ ഉറങ്ങാറില്ല. കാരണം എന്ത്? സ്കൂളിൽ പോയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ പഠിച്ചതാ. രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റ് 6:40 വണ്ടി വരുമ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നവനാണ്. ഇപ്പോൾ 8 മണി വരെയാണ് ഉറങ്ങണേ. ഇനിയിപ്പോൾ എങ്ങനെ ഇവനെയൊക്കെ പൊക്കിയെടുത്ത് വിടുമെന്നുള്ളതാ. സ്കൂൾ തന്നെ മറന്നു പോയിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നല്ല വിദ്യാഭ്യാസം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ടീച്ചർമാരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ല. പഠിച്ചവനെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന ടീച്ചർമാരുടെയൊക്കെ ക്ഷമ വല്ലാത്ത ക്ഷമയാണ്. ഓരോന്ന് കാണിക്കുന്നതൊക്കെ അവസ്ഥ. അല്ലാഹു അലം. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താ? സൂറത്തുൽ കഹഫ്. അതാ പറഞ്ഞേ, വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ്. ആ സൂറത്തുൽ കഹഫിനകത്ത് അല്ലാഹു ഒരുപാട് ചരിത്രങ്ങൾ പറയുകയാണ്. ആ ചരിത്രങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹഫിന്റെ 32 മുതൽ 44 വരെയുള്ള വാചകങ്ങൾ, ആ ആയത്തുകൾ നമ്മൾ എടുത്തിട്ടതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ 2 തോട്ടക്കാരുടെ സംഭവങ്ങൾ അവിടെ നിന്ന് വിവരിക്കുകയാ. 2 തോട്ടത്തിന്റെ ഉടമകൾ, 2 ഈത്തപ്പന തോട്ടത്തിന്റെ ഉടമകളെ കുറിച്ച് അല്ലാഹു അവിടെ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്ന പല സമൃദ്ധിയുള്ള 2 തോട്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു അതിനകത്ത് പറയുന്നത്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു, 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. 2 പേർക്കും തോട്ടങ്ങളാണ്. ഒരാൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച അതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനെ നന്ദി കാണിച്ചു ഭയന്ന് ജീവിച്ചിരുന്നവനാ ഒരു ചെറുപ്പക്കാരൻ. എങ്കിൽ 2ാമത്തെ മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു അനുഗ്രഹം കൊടുത്തപ്പോ റബ്ബിനെ മറന്നവനാ. അഹങ്കാര
അഹങ്കാരം കാണിച്ചവനാ, ധിക്കാരം കാണിച്ചവനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറകൾ, എന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് പഠിക്കാനാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് പണക്കാരനാകുമ്പോ പായിപ്പാടൊരു കടയിട്ടിട്ട് നല്ല കച്ചവടമായി, നല്ല പൈസയായി, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് നല്ല ഒരു ജോലി കിട്ടി, ഒരുപാട് പണം നിന്റെ കയ്യിലേക്ക് കടന്നു വന്നപ്പോ അഹങ്കാരം വന്നല്ലോ, ധിക്കാരം വന്നല്ലോ. പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അവൻ അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങി. എങ്കിലും പടച്ചവനെ, ഞാനും പട്ടിണി കിടന്നവനാണ്, ഏറ്റവും താഴെക്കടയിൽ കിടന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. എനിക്കറിയാം പ്രയാസം എന്താണെന്ന്, പട്ടിണി എന്താണെന്ന്, ദാരിദ്ര്യം എന്താണെന്ന്. എനിക്ക് റബ്ബ് ഇത് തന്ന അനുഗ്രഹമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനെ നന്ദി കാണിക്കണമല്ലോ, ഞാൻ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണമല്ലോ, അല്ലാതെ അഹങ്കരിച്ച് നടക്കാൻ പാടില്ലല്ലോ. പടച്ചവനെ, പായിപ്പാട് പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാ, എനിക്ക് റബ്ബ് തന്ന സമ്പത്തിൽ വെച്ച് നോക്കിയാ ഈ പള്ളി ഒറ്റയ്ക്ക് കെട്ടിക്കൊടുക്കാറുള്ള സമ്പത്ത് എന്റെ കയ്യിലുണ്ട്, പക്ഷേ 5 നയാ പൈസ കൊടുക്കൂല എന്ന അഹങ്കാരത്തോടെ പറയുന്നവരുണ്ടല്ലോ. എടാ, ഇവനുണ്ടാക്കി ഇതിനേക്കാളും ഇരട്ടി വലിയ കൊട്ടാരം പണിയാനുള്ള പണം എൻ്റെ അടുത്തുണ്ട്, ഈ നാട് മുഴുവനും വില കൊടുത്ത് വാങ്ങാനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട് എന്ന അഹങ്കാരത്തോടുകൂടി പറയുന്നവര് അല്ലാഹു തരുന്ന ഒരു പാഠമാണ് ഇത്. പടച്ച റബ്ബ് പറഞ്ഞു തരുന്ന ഒരു പാഠമാണ്. റബ്ബിനെ മറന്നു നടക്കുന്നവർ, അല്ലാഹുവേ ഒരു അൽഹംദുലില്ലാഹ് പറയാൻ കഴിയാത്തവർ, ഇങ്ങനെ നടക്കുന്നവർക്ക് പഠിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് പറഞ്ഞു തരുന്ന ചരിത്രമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നിങ്ങളെടുത്ത് നോക്ക്. അതിനകത്ത് അഹങ്കാരത്തിനും അമർഷവുമായി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവന്, ശുക്ർ ചെയ്തുകൊണ്ട് നടക്കുന്നവന്, അവൻ അല്ലാഹു അവന്റെ തോട്ടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ്. ചെറുതാണെങ്കിലും വല്ലാത്ത ബർക്കത്താ. പടച്ചവനെ, ഈ പായിപ്പാട് ചെറിയ കട വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടുപോയി എത്രയോ പേര്. പായിപ്പാട് ടൗണിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? ഇല്ല. ഒരു തട്ടുകട വെച്ചിട്ട്, ഒരു മുറുക്കാൻ കട വെച്ചിട്ട് രക്ഷപ്പെട്ട എത്ര പേരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലാത്ത കാണത്തില്ലയോ? പണ്ടത്തെ ആൾക്കാർ ചെറിയൊരു കട വെച്ചായിരിക്കും തുടങ്ങിയത്, രക്ഷപ്പെട്ടു പോയി എത്രയോ പേരുണ്ട്. നിങ്ങൾ പറയും, ഈ മാർക്കറ്റിന്റെ മുന്നിൽ മുറുക്കാൻ കച്ചവടം നടത്തിയ ഒരാളുണ്ടായിരുന്നു, ഇപ്പൊ രക്ഷപ്പെട്ടെന്ന്. ചെറുതാണെങ്കിലും അല്ലാഹു അതിനകത്ത് ബർക്കത്ത് ചെയ്താൽ രക്ഷപ്പെടും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വലുതാണെങ്കിലും ബർക്കത്തില്ലെങ്കിൽ സർവ്വതും പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നടക്കുന്നവൻ അൽഹംദുലില്ലാഹ് അല്ലാഹു വാരിക്കൊരി കൊടുക്കാൻ തുടങ്ങി. ഈ അഹങ്കരിച്ചവനോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നവനോ സർവ്വതും നഷ്ടപ്പെട്ടു പോകുകയാണ്. അവന്റെ കൃഷിയിടങ്ങൾ മുഴുവനും, അവന്റെ തോട്ടങ്ങൾ മുഴുവനും തകർന്നു പോകുകയാണ്, നശിച്ചു പോകുകയാണ്. ആ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ആ കൂട്ടുകാര് പരസ്പരം സംസാരിക്കുകയാണ്. എന്റെ മുഴുവനും പോയടാ, എന്റെ കൃഷിയിടങ്ങൾ മുഴുവനും പോയടാ, എനിക്ക് ഈ പ്രാവശ്യം എന്റെ തോട്ടത്തിന് വല്ലാത്ത നഷ്ടമാണ്. ഒരുത്തന് ലാഭം, ഒരുത്തന് നഷ്ടം. അങ്ങനെ പരസ്പരം അവർ സംസാരിക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, വലൗലാ ഇദ ദഖൽത ജന്നതക ഖുൽത മാസാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അൻ അകല്ല മിൻക മാലൻ വബലദാ. മാസാ അല്ലാഹ് പറയുന്നതിന്റെ പ്രതിഫലമാ. പഠിച്ചോ മനുഷ്യ, മാസാ അല്ലാഹ് എന്ന് പറയുന്നതിന്റെ പ്രതിഫലം പറയുകയാ. അങ്ങനെ തന്റെ തോട്ടം മുഴുവനും തകർന്നു പോയപ്പോ, വലിയ നഷ്ടത്തിലേക്ക് വീണപ്പോ, ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടെന്ന് പറയുകയാണ്, നീ നിന്റെ തോട്ടത്തിലേക്ക് കടന്ന സമയം, നീ നിന്റെ തോട്ടത്തിനകത്തേക്ക് അല്ലാഹ് തന്ന നിഅമത്തല്ലേടാ, നീ
വെള്ളമൊഴിക്കുന്നു, തൈ വെക്കുന്നതല്ലാതെ നീ എന്ത് ചെയ്യുന്നു? ഈ സാധനം മുഴുവനും റബ്ബ് നിനക്ക് തന്നതല്ലേ? ഇത് അല്ലാഹു നിനക്ക് തന്ന നിഅമത്തല്ലേ? ആ തോട്ടത്തിന്റെ അകത്ത് കേറുന്ന സമയത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇത് അല്ലാഹു ഉദ്ദേശിച്ചത് എത്രയാണ്? ഇത് റബ്ബ് ഉദ്ദേശിച്ചതാണ് തരുന്നത്. എന്റെ പവറല്ല, എന്റെ കഴിവല്ല എന്ന് നീ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറയില്ലായിരുന്നല്ലോ, ഇത് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവട രണ്ട് കൂട്ടുകാർ, ഒരു കൃഷിയിടം, രണ്ടുപേരും, ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം. അപ്പൊ സർവ്വത് നഷ്ടപ്പെട്ടു പോയവനോട് ആ നല്ല കൂട്ടുകാരൻ ചോദിക്ക, എടാ ഈ തോട്ടത്തിനകത്ത് കയറുന്ന സമയം ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഒരേ ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? മാഷാ അല്ലാഹ്, അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുർആൻ സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതിനകത്ത് എന്തുണ്ട്? അത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബ്ബ് ഇത് തന്നത്. അതാ മനസ്സിലാക്കണ്ടേ. ഞാനത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബ്ബ് ഇത് തന്നത്. നീ അത് പറയാത്തത് കൊണ്ടാടാ ഇത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് ഹദീസ് കാണാം. നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാര്യം നിനക്ക് അത്ഭുതം തോന്നിയിരുന്നെങ്കിൽ നിനക്കൊന്ന് പറയാമായിരുന്നു. മാഷാ അല്ലാഹ്, നിനക്കൊന്ന് പറയാമായിരുന്നു. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരികയുള്ളൂ. നിനക്കൊന്ന് പറയാമായിരുന്നു, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാ. ഒരുപാട് തഫ്സീറുകൾ അതിൻ്റെ വിശദീകരണം എടുത്തു നോക്കുമ്പോൾ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത് അതേ സംഭവിക്കുകയുള്ളൂ. അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. എന്ത് നീ പറയാഞ്ഞത്? അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ളവരാരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും അല്ലാഹുവിന്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ കഴിയില്ല. കിട്ടുമെന്ന് പറഞ്ഞാ കിട്ടുമല്ലോ, പോകുമെന്ന് പറഞ്ഞാ പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്, മുത്തുനബി അവിടെ പറഞ്ഞല്ലോ, അല്ലാഹു അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയുമോ സൂചിപ്പിക്കലോ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ, മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിച്ചവനെ പ്രവാചകം പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് നിലനിൽക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലർക്കും സമ്പത്തുണ്ട്. പട്ടിണിയില്ലാതെ കടന്നു ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ദാരിദ്ര്യമില്ല. പക്ഷേ ഈ തന്നത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ കൈ കൊണ്ട് പടച്ചവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ്. ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈ കൊണ്ടുള്ള പ്രയോജനം. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ. നടക്കാൻ കാലാണെങ്കിലും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിൽക്കണം. അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ. പാപ്പാ, നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ, നിങ്ങളുടെ
നിങ്ങളുടെ കാലിന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. അല്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിൽ കിടന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ റബ്ബിനോട് പറയണം, അല്ലാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ, അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ, 100 കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ? അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുവെടുക്കാൻ എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. പടച്ചവനെ ആരോഗ്യം വേണം, ആഫിയത്ത് വേണം, അല്ലാതെ എന്ത് കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾ അത് കണ്ണാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ 2 കിഡ്നികളുണ്ടല്ലോ. ഏതെങ്കിലും തകർന്നു പോയാൽ, ആ കിഡ്നി അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ പ്രവർത്തനം അങ്ങ് തീർന്നു പോയാൽ പിന്നെ ഒരു തുള്ളി മൂത്രമില്ലല്ലോ. ശരീരമങ്ങ് വിയർക്കുകയാ, വയറുമല്ലാതെ വീർക്കുകയാണ്, വളരെ പ്രയാസമാണ്, ശ്വാസം മുട്ടൽ തുടങ്ങുകയാണ്, അവസാനം കൊണ്ടുപോയി ഡയാലിസ് ചെയ്യുകയാ. കിഡ്നിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പടച്ചവനെ കൊണ്ടുപോകണം, ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം, മാറ്റി വെക്കാൻ പോകുമ്പോൾ ലക്ഷങ്ങൾ. അപ്പം അല്ല തരുന്നതിൻ്റെ അല്ല തന്നതിൻ്റെ വില മനസ്സിലാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം ഇങ്ങനെ നടക്കുക, കാറ്റും പറത്തി കട്ടം പിടി വലിച്ച് ഇങ്ങനെ നടക്കുക പള്ളിയുടെ മുമ്പിൽ കൂടെ. കിഡ്നി പോകണം, മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം? ഇങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും, ലക്ഷങ്ങൾ ചോദിക്കും. 20, 12, 15, 20 ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക്. ഇത്രയും കൊല്ലം അത് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അല്ലാഹുവിടരല്ല അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സമയമില്ല. കരള് റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ് കരള്. ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്നറിയോ? രക്ഷപ്പെടുമെന്നുണ്ടോ? രക്ഷപ്പെടുമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തും അല്ലാഹു നമുക്ക് നൽകിയത്. കാലിന് ഒരു കാല് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അല്ലാഹു മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ. എത്രയോ പേര് നമ്മുടെ ഈ പായിപ്പാട് തന്നെ ഒരു സഹോദരൻ കിഡ്നി മാറ്റി വെക്കുന്നുണ്ട്. ഷാ എന്ന സഹോദരൻ, നിങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ല രീതിയിൽ നടന്നു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇപ്പോഴൊരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു, ഉസ്താദ് ഞാനായിരുന്നു ഷാ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. അങ്ങനെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അല്ലാഹു രക്ഷപ്പെടുത്തി എന്ന് കടന്ന് വിളിച്ചു, റബ്ബേ അങ്ങനെ എങ്ങനെ പടച്ചവനെ രക്ഷപ്പെടുത്തി. കരയിൽ കയറി വന്നപ്പം പറയാൻ നിൻ്റെ പണി നോക്കിക്കോളാം. കാര്യം കാണുന്നത് വരെ രാമായണം, കാര്യം കടന്ന് അവനെ പൂരം. അതന്നെ പലർക്കൊക്കെ പലതും വരുമ്പോൾ അല്ലാഹയും വിളിക്കും, എല്ലാവരെയും വിളിക്കും. കാര്യം കാണണ്ടേ, എല്ലാം വിളിക്കും. കഴിഞ്ഞു കഴിഞ്ഞാലോ കഴിഞ്ഞു. അങ്ങനെ നടക്കുന്നവരുമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കിഡ്നിയും കരളും. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ തങ്ങൾ നമ്മളൊക്കെ മജ്‌ലിസിൽ ഒരുപാട് ദുആ ചെയ്തതാണ്. അദ്ദേഹം മണ്ണിനടിയിൽ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു, പിന്നെ പറയുക 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന്. ഇതെന്താ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ലെൻസിന് അല്ലേ, കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങിപ്പോകാം. എത്ര പേര് വലിയ പ്രയാസത്തിൽ. അപ്പം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കയ്യും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവ്വതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട വഴി എന്താണ്? മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈദിന്റെ
തഫ്സീർ എടുത്ത് നിങ്ങൾ നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആ നിഅമത്ത് നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ കച്ചവടത്തിൽ എന്നും ബർക്കത്ത് വേണോ, കടയ്ക്കകത്ത് കയറുമ്പോൾ നീ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും ബർക്കത്തുണ്ടാകും. വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാ, ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ. ബറക്കത്ത് വേണോ, വണ്ടിക്കകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വീട് കഷ്ടപ്പെട്ട് ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും വെച്ച വീട് എന്തിന്? സമാധാനം കിട്ടാൻ. സമാധാനം കിട്ടാൻ. ആ വീടിനകത്ത് സമാധാനം വേണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒന്ന് തല താഴ്ത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ, ആ വീടിനകത്ത് കയറിയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്കത് നിലനിന്ന് കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് സമ്പത്തായാലും ഏത് കാര്യമാണെങ്കിലും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ, ഈ മാഷാ അല്ലാഹ് മുറുകെ പിടിച്ചോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? എന്തു പറയണം? മാഷാ അല്ലാഹ് ഖുർആനിൻ്റെ ആയത്ത, ആ ഓർമ്മ കൂടെ വേണം. വെറും മാഷാ അല്ലാഹ് ആവരുത്. മാഷാ അല്ലാഹ് കാറ്റ കാണിച്ചിട്ട് പോവാ, എല്ലാം റെഡി ആയിട്ടുണ്ടോടാ ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ, ഓക്കെ. എല്ലാവരും ജയിച്ചിട്ട് വന്ന് കാണിച്ചിട്ട് പോത്തില്ല, ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കാണാം, 5 കൊല്ലം കഴിഞ്ഞാണ്. അതല്ല, ഒരൊറ്റപ്പറച്ച മാഷാ അല്ലാഹ്ക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഒരു ആക്കിയിട്ടൊരർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് കേട്ടാ, നിനക്ക് ഞാൻ തിരിച്ചു തരാൻ കാത്തിരുന്നോ നീ എന്ന് പറയണ പോലെ. അങ്ങനല്ല, നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ മറന്നുപോയാൽ മറക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ട് നന്ദി രേഖപ്പെടുത്താതവർ, മറന്നു നടക്കുന്നവർ, നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയാമെന്ന് സൂചിപ്പിച്ചതല്ല, പിന്നെയോ നാം തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് നമ്മളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. റബ്ബ് തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കല്. പറയണം സഹോദരാ, നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഈ വീട് കിട്ടിയത് എങ്ങനെയെന്നറിയോ? ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാ. എങ്ങനെ പറയണം? അള്ളാഹു തന്ന അനുഗ്രഹം അത് എടുത്തു പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടേ, ഞാൻ പറയാറില്ലേ, ഞാനിവിടെ എത്തിയത് എങ്ങനെയാ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ? അല്ല, അല്ലാഹ് എനിക്ക് ഇത് നിഅമത്ത്. നിങ്ങൾ ഓരോരുത്തരും ജമാഅത്തിന്റെ പ്രസിഡന്റ് എങ്ങനെ ആയതാ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ. അള്ളാഹ് കൊടുത്ത ഒരു അവസരം, നന്മ. അള്ളാഹു തന്നത് എടുത്തു പറയുന്നത് അത് നിലനിൽക്കാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനാടാ ഈ പള്ളി കെട്ടിക്കൊടുത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറയണമെന്നല്ല. അള്ളാഹു ചെയ്തത് പറയുന്നത് ഖുർആൻ പറയാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ ദുൽഖർനൈനി എന്നിവർ അള്ളാഹു അനുഗ്രഹങ്ങളെ ഓർത്തിട്ടവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് ഖുർആൻ അവിടെന്ന് പറയുകയാണ്. അവരുടെ ചരിത്രങ്ങൾ പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ, അതുപോലെ കാറൂനും മറന്ന ചരിത്രവും അള്ളാഹു പറയുന്നുണ്ട്. ഈ ലോകം മുഴുവനും കൈപ്പിടിയിലാക്കി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും സുലൈമാൻ നബി അള്ളാഹനെ മറന്നു.
മറന്നില്ല. പക്ഷേ കാറൂനുണ്ടല്ലോ, അവന് പണം കിട്ടിയപ്പോൾ അവൻ അല്ലാഹുവിനെ മറന്നവനാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദാ ഖാല ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അൻ അസ്കുറ അം അക്ഫുർ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തല്ലോ. സുലൈമാൻ നബിയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം. പടച്ചവനെ കാറ്റിനോട് സംസാരിച്ച പ്രവാചകന് പടച്ചവന് ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തല്ലോ. ഉറുമ്പുകളുടെ ശബ്ദം കേൾക്കാം, ഉറുമ്പുകളോട് സംസാരിക്കാം. പടച്ചവനെ മരംകൊത്തിയോട് സംസാരിച്ച പ്രവാചകൻ അള്ളയെല്ലാം ഒരുക്കി കൊടുത്തല്ലോ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഖാല ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇത് റബ്ബനിക്ക് തന്ന അനുഗ്രഹമാണ്. പറയുകയാ, എന്റെ കഴിവല്ല, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല, എന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല, ഇതെല്ലാം അല്ലാഹ് എനിക്ക് നൽകിയതാ. പലരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ ഒരു വീട് എഴുതി വെച്ചിട്ട്, ഒരു വീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ പലരുടെയും വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാ. പലരുടെ വീടിന്റെ മുന്നില് പടച്ചവനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തേ പറഞ്ഞത്? ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയത്, അല്ലാതെ എന്റേതല്ല. കാറൂൻ എന്താ പറഞ്ഞേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞതൊക്കെ അല്ലാഹ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതല്ലാതെ എൻ്റെ ഒന്നുമല്ല. ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ദുൽഖർനൈനി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈനിയുടെ ചരിത്രം അവിടെ നിന്ന് പറയുന്നുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത് ഹാദാ ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമായി എനിക്ക്. അവരെങ്ങനെ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത്? അവർക്ക് അല്ലാഹു സർവ്വതും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്, ഇത് റബ്ബനിക്ക് തന്നത്, ഇത് റബ്ബനിക്ക് തന്ന ഔദാര്യം, ഇത് റബ്ബനിക്ക് നൽകിയ കാരുണ്യം. എങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈ ലോകത്തിന്റെ ചക്രവർത്തിയായ സുലൈമാൻ നബി, ആ സുലൈമാൻ നബി പറഞ്ഞു, അല്ലാഹ് എനിക്ക് തന്നതാണ്, ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്, ഇത് അല്ലാഹ് തന്ന ഔദാര്യമാണ്. ദുൽഖർനൈനി എന്ന് പറയുന്ന ചക്രവർത്തി പറയുകയാ, ഇത് റബ്ബിനിക്ക് തന്ന കാരുണ്യമാണ്. എന്നാ കാറൂനുണ്ടല്ലോ, സമ്പന്നനായ, അല്ലാഹ് ഒരുപാട് പണം കൊടുത്ത, അല്ലാഹ് ഒരുപാട് നിഅമത്ത് ചെയ്ത, പാവപ്പെട്ടവനായിട്ട് പണക്കാരനായ കാറൂനുണ്ടല്ലോ, ആ കാറൂൻ പറഞ്ഞതെന്താ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, എന്റെ കൈവശമുള്ളത് എന്റെ വിദ്യ കൊണ്ട് മാത്രം ഞാൻ നേടിയതാണ്, ഇതെന്റെ ബുദ്ധി കൊണ്ട് നേടിയതാണ്, ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് റബ്ബ് തന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചരിത്രമറിയുമല്ലോ, മുൻകഴിഞ്ഞ ക്ലാസ്സിൽ കാറൂനിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഫഖസഫിനാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആ കാറൂനിനെയും കാറൂനിന്റെ സർവ്വതും ഭൂമിയങ്ങ് വിഴുങ്ങുകയാ. കാറൂൻ എന്താ പറഞ്ഞ്? ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ. അതങ്ങനെ പറഞ്ഞപ്പോ അവനും അവന്റെ സർവ്വ സാമ്രാജ്യവും മണ്ണിനടിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഒരു മാഷാ അല്ലാഹ് പറഞ്ഞ അല്ലാഹു തന്നത് പടച്ചവൻ നിലനിർത്തി തരും. ഒരു മാഷാ അല്ലാഹ് പറഞ്ഞാൽ, മാഷാ അല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു തന്നതിൽ ബർക്കത്ത് ചെയ്യും. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
മരിക്കുന്ന കാലം വരെ അള്ളാഹു നിലനിർത്തിത്തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ പോയി കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനാ പറഞ്ഞ. ഞാൻ ഇന്നൊറ്റ ഹദീസ് പറഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും ഒറ്റ ഹദീസ് പോലും പറഞ്ഞില്ല. ഓതിയത് മുഴുവനും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ് നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. മാഷാ അല്ലാഹ് നിന്റെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. അൽഹംദുലില്ലാഹ് എന്തു പറയുമ്പോഴും അല്ലാഹ് നിനക്ക് ചെയ്ത നിഅമത്ത മറന്നു പോകരുത്. അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഉദ്ദേശിച്ചതാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ എൻ്റെ കഴിവല്ല. ഇനി ഒന്ന് മാഷാ അല്ലാഹ് പറയണം. രണ്ട്, മാഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ എറിയ പറ മനുഷ്യൻ. എന്തിനാ മാഷാ അല്ലാഹ് പറയണേ? എന്തിനാ? സുബ്ഹാനല്ലാഹ്. പറ മാഷാ അല്ലാഹ് എന്തിനാ പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. എന്തിന്? എന്തിന്? എഴുന്നേറ്റ് വന്നു, എഴുന്നേറ്റ്. എന്തിനാ മാഷാ അല്ലാഹ് പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. ഒരു മാഷാ അല്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ് ലാ ഖുവത്ത ഇല്ലാ ബില്ലാ. എന്തിനാ പറയണേ? നിലനിൽക്കാൻ. ബർക്കത്ത് കിട്ടിയാൽ മാത്രം. ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കത്ത് കിട്ടി, അൽഹംദുലില്ലാഹ്. ഒരിത്തിരി ചോറെടുത്തു, ഒരല്പം പാത്രം എടുത്തു, ഭക്ഷണം എടുത്തു, അൽഹംദുലില്ലാഹ്. അള്ളാഹ് ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് വിളമ്പി, എല്ലാവർക്കും തികഞ്ഞു, തീർന്നു. പക്ഷേ നിലനിൽക്കണ്ടേ? അതിനെന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത്ത. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലോ സർവ്വതും പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു ഈ സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചതാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളഞ്ഞാ പോരാ. ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്, ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്. ഈ പഠിച്ച ഇൽമ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയാൻ വേണ്ടിയല്ല. ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഇവിടെ വന്നിരുന്നിട്ട് പടച്ചവനെ 1.5 മണിക്കൂർ ഒരുപാട് നന്മകളെ കേൾക്കുന്നുണ്ട്. ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കളയലല്ല. ഈ കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നിങ്ങൾ ചെയ്യണം. ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, ഇക്കാ ഇന്നെന്തേ ഉസ്താദ് പറഞ്ഞു തന്നത്? അങ്ങനെയുള്ള ഭർത്താവാകാൻ പഠിക്ക്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന് ഉസ്താദ് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു തന്ന കാര്യമിതാ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നീ നാട്ടുകാരോടും കുടുംബക്കാരോടും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു പഠിച്ച ഇൽമല്ലേ, അത് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ നന്മ ചെയ്യണം, ഇത് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുത്താ, അല്ലാഹുവേ
എത്ര വലിയ പ്രതിഫലമെന്നറിയുമോ? എത്ര വലിയ ഭാഗ്യമാ ഈ പറയുന്ന പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാ തയ്യാറായാൽ അല്ലാഹുവേ, ഉസ്താദ് പറഞ്ഞതാണല്ലോ, ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ മാഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പാവപ്പെട്ട എന്റെ വാഴ കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടു സഹോദരാ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാൻ പടച്ചവൻ എനിക്ക് സ്വർഗം തരാൻ ആ ഒരു നന്മ കാരണമാവുകയാ. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളും അങ്ങനെയാകണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിന്റെ അയൽവാസിയോട് പറഞ്ഞു, നിന്റെ മക്കളെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇത് പറഞ്ഞ് എനിക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹുവേ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് സഹോദരങ്ങള്, അല്ലാതെ രണ്ടും ഇങ്ങനെ ഇൽമുകൾ കേൾക്കുന്നുണ്ട്. മസലുൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, അതാ കഴുത ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടന്നാ പോരാ. അതാ പഠിച്ച ഇൽമ് ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം, ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എപ്പോൾ ദുആ ചെയ്താലും മുത്തുനബി അവിടുന്ന് റബ്ബിനോട് പറയുമായിരുന്നു. 4 കാര്യങ്ങൾ ചോദിക്കാതെ മുത്തുനബി ദുആ അവസാനിപ്പിക്കാറില്ല. ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. എന്തിനെ തൊട്ടെന്നറിയുമോ? അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത അമല്, ജീവിതത്തിൽ ചെയ്യാത്ത അമല്, ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ നല്ലതുപോലെ സൂക്ഷിക്കണം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത അമലുകളെ തൊട്ട്, നീ ഇൽമിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ, ആരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അറിവ്, പടച്ചവനെ, സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് കാവലിനെ ചോദിക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാ. റബ്ബിനോട് ദുആ ചെയ്യണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാവലിനെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ പടച്ചവര്. സഹോദരാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഹൃദയമുണ്ടാകണം. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം. കാണുന്ന ഒരു അള്ളയുണ്ടല്ലോ, ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോഴാകണമെങ്കിലും, അത് റൂമിന്റെ അകത്താണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും എവിടെ ഇരുന്നാട് ചെയ്യുന്നെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരോർമ്മ വേണം. അല്ല കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ചോദിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ. അല്ലാഹു ഹദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി,
അല്ലാഹു മഈൻ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞു തരുന്നത്, മോനെ പാപം ചെയ്യണമെന്ന് തോന്നുമ്പോ, തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ, ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് റൂമിനകത്താണല്ലോ, മൊബൈൽ എന്റെ കയ്യിലുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും കാണാമല്ലോ, പടച്ചവനെ കാണാനുള്ള അവസരമുണ്ട്. സുന്ദരിയായ പെണ്ണാരും കാണാതെ നഗ്നചിത്രങ്ങൾ അയച്ചു തരികയാണ്, അല്ലെങ്കിൽ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. ബന്ധം ചെയ്യാനുള്ള അവസരമുണ്ട്, ആരും അറിയില്ല, ഒരാളും കാണില്ല. സൈഫാണ് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, അല്ലെങ്കിൽ പലതും തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ചെയ്തു തരുമ്പോ, അപ്പൊ പറയണം അല്ലാഹു ഹാദിരീ, അല്ലാഹു ഹാദിറാ. എന്റെ ഉപ്പ കാണുന്നില്ല, എന്റെ ഉമ്മ കാണുന്നില്ല, എന്റെ കൂടപ്പിറപ്പ് കാണുന്നില്ല, എന്റെ ഭാര്യ കാണുന്നില്ല, എന്റെ മക്കള് കാണുന്നില്ല, എന്റെ കൂട്ടുകാര് കാണുന്നില്ല, എന്റെ കുടുംബക്കാര് കാണുന്നില്ല. പക്ഷേ അല്ലാഹു ഹാദിരീ, അല്ലാഹു നാദിരീ, അല്ലാഹു ഷാഹിദീ. ഈ തെറ്റിന് സാക്ഷിയാരാ? അല്ലയാ. ഈ തെറ്റ് കണ്ടവനാരാ? അല്ലയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന സമയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു വഴിയാ അല്ലാഹു ഹാദിരീ, അല്ലാഹു നാദിരീ, അല്ലാഹു സാഹിദീ, അല്ലാഹു മഈൻ. ഈ ദിക്റങ്ങ പറയാൻ തുടങ്ങിയ തെറ്റുകളിൽ നിന്നകലുകയാണ്. പേടിയാ, ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ, ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ. സുന്ദരിയായ സുലൈഖ എന്ന് പറയുന്ന രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, സുലൈഖ എന്ന് പറയുന്ന പെണ്ണ്, അതാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് നബി അതാ സുന്ദരിയെ പോലെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് അതാ ശരീരം മുഴുവനും അതാ ആർഭാടത്തോടെ വസ്ത്രങ്ങളും സ്വർണങ്ങളും ധരിച്ച്, ശരീരം പുറത്ത് കാണുന്ന വസ്ത്രവും ധരിച്ച്, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അടിമയുണ്ടല്ലോ, ആ അടിമയെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, യൂസുഫേ എനിക്ക് നിന്നെ വേണമടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു താടാ. ചോദിക്കുന്നത് സുലൈഖയാ. സുലൈഖയുടെ സൗന്ദര്യത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നുണ്ട്. ആ സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവിടെ നിന്ന് പിടിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? സുലൈഖ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ, എനിക്ക് റബ്ബിനെ പേടിയാ. സുലൈഖ ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ. നമ്മൾ ചരിത്രം പഠിക്കണം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു, അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തോടു കൂടിയാണ് സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എല്ലാം മറന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുക, എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. സുലൈഖ അങ്ങനെ ചെയ്തപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, എനിക്ക് റബ്ബിനെ പേടിയാ. പിന്തിരിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിലായി, മോചിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. സുലൈഖായ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. നിങ്ങൾ ചരിത്രം വായിക്ക്. സുലൈഖായെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സുലൈഖ യൂസുഫ് നബിയുമായിട്ട് വലിയ ഒരു സ്നേഹം കാണിക്കുന്നില്ല. സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമുമായിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായി. പക്ഷേ സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമുമായിട്ട് വലിയൊരു സ്നേഹബന്ധം കാണിക്കുന്നില്ല. അപ്പം യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു അത്രേ, സുലൈഖ പണ്ട് നീ എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കയറി പിടിച്ചതല്ലേ? അന്ന് എന്നോടുള്ള സ്നേഹം കാരണം സുലൈഖ നീ എന്നെ കയറി പിടിച്ചതല്ലേ? നീ അത്ര എന്നെ കൊതിച്ചിട്ടില്ലേ സുലൈഖ?
ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിട്ട് നീ എന്തേ മാറിയിരിക്കണേ? ഇന്ന് അള്ളാഹു നിനക്കെന്നെ ഹലാലാക്കി തന്നല്ലോ, നമ്മളിന്ന് ഭാര്യ ഭർത്താവല്ലേ, എന്നിട്ടും എന്തേ നീ മാറി നിൽക്കണേ? അപ്പോൾ സുലൈഖ പറഞ്ഞ മറുപടി, യൂസുഫെ, അന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവനും നീയായിരുന്നു. സുലൈഖ പറഞ്ഞ മറുപടി, അന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് മുഴുവനും നീയായിരുന്നു. എനിക്ക് നിന്നോട് അത്രയും വലിയ സ്നേഹവും ഒരു ഭ്രാന്തായിരുന്നു എനിക്ക് നിന്നോട്. പക്ഷെ ഇന്ന് നിന്നോടല്ല എനിക്ക് സ്നേഹം, എൻ്റെ ഹൃദയം നിറയെ എൻ്റെ അള്ളയാ മഹദിയായ സുലൈഖ ബിബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് പറഞ്ഞൊരു മറുപടി, അന്ന് എൻ്റെ ഹൃദയം നിറയെ നീയായിരുന്നു. അന്ന് നീ അള്ളാഹിനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നു. അന്ന് ഹറാമായ കാര്യം ഞാൻ ചെയ്യാൻ പോയപ്പോ നീ എനിക്ക് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. ഇന്ന് ഹലാലായിട്ട് നീ എൻ്റെ മുന്നിൽ വന്നപ്പോ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല, എനിക്ക് അള്ളയാ എൻ്റെ ഹൃദയം നിറയെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ചരിത്രം, നിങ്ങളത് വായിച്ചു നോക്ക്. രണ്ടും കൂടൊന്ന്. സുലൈഖ കയറിപ്പിടിച്ചപ്പോൾ സുലൈഖയുടെ ഹൃദയത്തിൻ്റെ അകത്ത് യൂസുഫായിരുന്നു, യൂസുഫിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളയായിരുന്നു. അന്ന് അള്ളാഹയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് യൂസുഫ് നബിയാണ്. പക്ഷെ ആ യൂസുഫ് നബി അലിഹിസ്സലാം ഹലാലായ മാർഗത്തിലൂടെ വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും ആയിട്ട് പോയപ്പോൾ സുലൈഖ പറയുക, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല, നിന്നെക്കാളും എനിക്ക് സ്നേഹം അള്ളാനെയാ, ആ അള്ളാഹ് എൻ്റെ ഹൃദയത്തിലുണ്ട്, അതാ ഞാൻ മാറി നിൽക്കണേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നല്ല. യൂസുഫ് നബി ചോദിച്ചു, അത്രയ്ക്കും സ്നേഹമുള്ള നീ ഇങ്ങനെ മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ ദുആ ചെയ്യുന്നു, റബ്ബേ നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉസ്താദ് തെറ്റ് ചെയ്യുന്നുണ്ട് ഉസ്താദ്, ഇത്രയൊക്കെ വിചാരിച്ചിട്ടും പറ്റണില്ല ഉസ്താദ്, ചില തെറ്റുകൾ വന്നു പോകുന്നു, അത് ചിലപ്പോൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ. എന്നാൽ ഈ തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്തു പറയണം? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞു നോക്കണം. വെറുതെ അല്ലാഹു ഹാദിരി അല്ല, അങ്ങനല്ല. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹ് ഹാദിറ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലയാണ് സാക്ഷി, വേറെ ആരുമല്ല, അല്ലയാ സാക്ഷി. അതുകൊണ്ട് തഴവ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിനോട് പറയണമെന്ന് ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം, പൊറുക്കൻ്റെ പാവം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അള്ളാഹിനോട് പറയണം, പഠിച്ചവനെ പൊറുക്കുന്നവൻ നീയാ, നിന്നെക്കാളും പൊറുക്കണ ആരുമില്ല. അല്ലാ, എൻ്റെ നഫ്സ് എന്നെ ചതിച്ചതാ പഠിച്ചവനെ, എൻ്റെ നഫ്സാണ് എന്നെ ചതിച്ചത്, ഇബ്ലീസ് പിഴപ്പിച്ചതാ അല്ലാ. എന്നിട്ട് റബ്ബിനോട് പറയണം, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അല്ലാഹുവേ നിന്നെ ധിക്കരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല, നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നിട്ടും ചെയ്തത് നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല എന്ന് കരുതിയിട്ടല്ല അല്ലാ. അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ, ആ പേരും പറഞ്ഞിട്ട് നീ എന്നെ ആട്ടല്ലേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ തഴവ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, അള്ളാഹിനോട് പറയണം, പാപങ്ങളോരോ നിന്നി നീ കരയേണ്ടതാ, വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ, നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാം നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി, ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. പാപങ്ങൾ ഓരോന്ന് അല്ലാഹുവോട് എണ്ണി പറയണം. എന്നിട്ട് പറയാ, വിജന സ്ഥലമാണ് ഏറ്റവും നല്ലത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ആരും കേൾക്കൂലല്ലോ. അള്ളാഹിൻ്റെ ഒക്കെ പോയി പറയാൻ പഠിച്ചു. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പറയാം, മൈക്കിൽ കൂടെ പഠിച്ചവനെ നിങ്ങളപ്പോൾ വിചാരിക്കുക എല്ലാം അറിയില്ല, അതാ നല്ലത്. വിജനമായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പറയുക, താഴണം, എത്ര താഴാൻ പറ്റുമോ അത്രയും താഴണം, തലയിൽ മണ്ണ് വാരി അങ്ങോട്ട് ഇടണം.
അങ്ങനെ പണ്ടുള്ളവർ കണ്ടിട്ടില്ലേ? പണ്ടുള്ള ആൾക്കാരെങ്ങനെ ആയിരുന്നു? ഇവിടെ നിന്ന് പറയുന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, തലയിലും മണ്ണ് വാരിയിട്ടിട്ട് നിലവിളിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണുവാരി തലയിലും മണ്ണുവാരി കിട്ടണം, എന്നിട്ടങ്ങിട്ട് കരഞ്ഞോണം. നിന്റെ കരച്ചൽ കണ്ടിട്ട് അള്ളാഹിക്ക് തന്നെ സങ്കടം വരണം. ആ രീതിയിൽ കരയണമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ ചോദിച്ച രണ്ടാമത്തെ കാര്യം, അള്ളാഹുവേ പടച്ചവനെ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം എന്താ? രണ്ടെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു, പ്രയോജനമില്ലാത്ത അറിവ്, പ്രയോജനമില്ലാത്ത അറിവ്. രണ്ട് പടച്ചവരെ, നിന്നെ പേടിയില്ലാത്ത ഹൃദയം, നിന്നെ പേടിയില്ലാത്ത ഹൃദയം. മൂന്ന്, നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനും അല്ലാത്ത മനസ്സ്. അല്ലാഹുവേ, നീ തന്നതുകൊണ്ട് തൃപ്തിയില്ലാത്ത ഒരു മനസ്സ്. എത്ര കിട്ടിയാലും തികയാത്ത മനസ്സ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനൊരു മനസ്സ് വേണ്ടേ? എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നിറയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണം. എൻ്റെ റബ്ബ് എനിക്ക് തന്നത് മതി, അൽഹംദുലില്ലാ, ഇത്രയെങ്കിലും റബ്ബ് തന്നല്ലോ, അത് മതി. തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകണം. 4 അല്ലാഹുവിനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന 3 റബ്ബേ, അല്ലാഹുവേ, നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്. അല്ലാഹുവേ, അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാ. 4 സ്വീകരിക്കാത്ത ദുആ. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വീകരിക്കാത്ത ദുആയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്താ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്താ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ആര് ദുആ ചെയ്താലും സ്വീകരിക്കും. അല്ലാഹുവിന്റെ മുന്നിലേക്ക് ആരാണോ കൈനീട്ടി യാചിക്കുന്നത്, ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. ചിലപ്പോൾ നീ ചോദിച്ചത് നിനക്ക് കിട്ടണമെന്നില്ല, അല്ലാഹു നീ ചോദിച്ചത് തരണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ദുആയും തള്ളപ്പെടൂല, ഒരു ദുആയും വെറുതെയാകില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് റബ്ബ് നിനക്ക് തരും, ഒന്നുകിൽ നീ ചോദിച്ചത് റബ്ബ് തരും, ഇല്ലെങ്കിൽ റബ്ബേ, നിനക്കാ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കുകയാ. അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും ആ ദുആ തട്ടിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം. ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും, ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് അത് തരും, അല്ലെങ്കിൽ അത് തരാതെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറയണം, ഉസ്താദെ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നിട്ടാ. ഇനി നമ്മൾ പറയണം, ഇത്ര കാലമായിട്ട് ചോദിക്കുന്നു, നമ്മളോട് ഇപ്പോൾ ഉസ്താദെ പൈസയും തന്നിട്ട് ചോദിക്കണം, കിട്ടണില്ല ഉസ്താദെ, കിട്ടണില്ല ഉസ്താദെ. ഇതാ താത്താമാർക്കുള്ളതാ. അല്ലാഹ് എന്താ പറഞ്ഞേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മ തൂക്കുന്ന ത്രാസിനകത്ത് ഒരു കെട്ട് കൊണ്ടുവന്നിടുക, ഒരു വലിയ കെട്ട് കൊണ്ടുവന്നിടുക. എന്തേ അല്ല ഇത്? ഞാൻ ഒന്നും ചെയ്തല്ലോ. അല്ല ചങ്ങാതി, ഭൂമി വെച്ച് കുറേ ദുആ ചെയ്തില്ലേ, അന്ന് ഞാൻ തന്നില്ല, അതിതാ. അപ്പം മനുഷ്യൻ പറയുവത്രേ, ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു പടച്ചവനെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ അല്ല തന്നില്ല, അത് അവിടെ കിട്ടും, അതാ ലാഭം, അതാ ലാഭം. അവിടെ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഇനി ഇല്ല, അവിടെയില്ലെങ്കിലോ നീ ചോദിച്ചതും തന്നില്ല, പരലോകത്തേക്ക് മാറ്റിയും വെച്ചില്ല, എങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലും അല്ലാഹ് മാറ്റിത്തരും. അപ്പം നഷ്ടമുണ്ടോ? ദുആ കൊണ്ട് നഷ്ടമുണ്ടോ? ലാഭമേ ഉള്ളൂ. പക്ഷേ നമുക്കത് ചോദിക്കാനാ മടി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരുണ്ടപ്പോൾ ദുആ ചെയ്യണേ? നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്,
നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടോ? വരും, നിസ്കരിക്കും, ഉസ്താദ് പറയും, ആമീൻ പറയും, പോകണമല്ലാതെ സ്വന്തമായിട്ടിരുന്നിട്ട് ദുആ ചെയ്യണ എത്ര പേരുണ്ട്? നമുക്ക് മടിയ, നമുക്ക് സമയമില്ല, പാവം പുറത്ത അല്ല, കച്ചവടത്തിൽ ബർക്കത്ത് അല്ല, അതെല്ലാം ഉസ്താദിൻ്റെ തലയിലങ്ങ് വെച്ച് കൊടുക്കും, നിങ്ങൾ ചെയ്തോളാൻ. നമുക്ക് ചെയ്യാൻ വയ്യ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വയ്യ, നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ മടിയ, നമുക്ക് സമയമില്ല, പിശുക്കന്മാരാ നമ്മൾ. അല്ലാഹു അലം. സ്വന്തം കാര്യം പോലും റബ്ബിനോട് ചോദിക്കാൻ മനസ്സില്ലാത്തവർ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ രോഗവും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമാണ് ദുആ ചെയ്യണ്ടേ. കടവും പ്രാരാബ്ദങ്ങളും വരുമ്പോഴല്ലല്ലോ. നീ അള്ളാഹുടെ മുന്നിൽ നിസ്കരിച്ചിട്ട് റബ്ബിനോട് പറ, പടച്ചോനെ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റിത്താ, എൻ്റെ രോഗം മാറ്റിത്താ, എൻ്റെ ഭാര്യയെ നന്നാക്ക്, എൻ്റെ മക്കളെ നന്നാക്ക്. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്ക്, അള്ളാഹുവിനോട് നീ ചോദിക്ക്. നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകണം. നമ്മളിങ്ങനെ അധികമായിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം മലക്കുകൾക്കറിയാം. മലക്കുകൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്നു, അള്ളാഹ് സ്വീകരിക്ക റബ്ബേ. എൻ്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയൂ അത്രേ, സിറാജ അള്ളാഹ് ദുആ ചെയ്യണേ, കൊടുക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ. അത്രയുമൊരു ബന്ധം, അത്രയൊരു ബന്ധം. നമുക്കെന്ത് ബന്ധം? അല്ലാ അവിടെ നിന്ന് പറയുമ്പോൾ ആമീൻ പോലും പറയുന്ന ഒരു ബന്ധമില്ല. ആമീൻ പോലും പറയുന്ന കണ്ട സങ്കടം തോന്നും, കഷ്ടം. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരമില്ലാത്ത ദുആ സൂക്ഷിക്കണം. ഉത്തരമില്ലാത്ത ദുആ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ച 4-ാമത്തെ കാര്യം, ഉത്തരമില്ലാത്ത ദുആയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഇന്ന് പഠിച്ചത് 3 കാര്യങ്ങൾ പഠിച്ചു. മാഷാ അല്ലാ എന്ന് പറയുന്നത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നു. മാഷാ അല്ലാ ലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതിലൂടെ അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്ത് മരിക്കും നിലനിർത്തി തരുന്നു. മാഷാ അല്ലാ എന്ന് നീ പറയാതെ വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് പഠിച്ചു. അള്ളാഹു കാക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പറയണം. അള്ളാഹുവേ, പടച്ചവനെ, പ്രയോജനമില്ലാത്ത അറിവ്, അതുപോലെ നിന്നെ പേടിയില്ലാത്ത ഹൃദയം, അള്ളാഹുവേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു മനസ്സ്, 4 ഉത്തരമില്ലാത്ത ദുആ. ഈ 4 കാര്യങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർത്തുകയാ, കാരണം 300ഓളം ഖത്തം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് സമയം 11 മണിയായി. അൽഹംദുലില്ലാ, നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം. അള്ളാഹു നമ്മളുടെ ഈ മജ്ലിസ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാ, ഈ ദുആയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം, ഈ ദുആയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അടുത്ത മാസം നമ്മുടെ പള്ളിയുടെ വാർപ്പാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പലതുള്ളി പെരുവെള്ളം, ലക്ഷങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ അധിപനായ അല്ലാഹ്, അവന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി കെട്ടിക്കൊടുക്കാൻ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്നത്, അത് സിമെൻ്റ് ആണെങ്കിലും കമ്പിയാണെങ്കിലും എന്തുമാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നിപ്പിക്കുന്നു അതാ. നിങ്ങളിപ്പോൾ ഉടനെ തരണമെന്നല്ല, ഇതിപ്പോൾ ചോദിച്ച ഉടനെ നാളെ തന്നെ ഇട്ട് തരണമെന്നല്ല. സമാധാനമുണ്ട്. അൽഹംദുലില്ലാ. ഉസ്താദേ, പലരും പറയുന്ന ഉസ്താദേ കയ്യിൽ പയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധൃതി വേണ്ട. നിനക്കൊരു മനസ്സുണ്ടായല്ലോ, അല്ലാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു മനസ്സുണ്ടായല്ലോ. ആ മനസ്സാണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നത്. ഉസ്താദ്, അതുകൊണ്ട് പള്ളിക്ക് വേണ്ടി 100 കിലോ കമ്പിയുടെ പൈസ ഞാൻ തരാ, അല്ലെങ്കിൽ ഒരു 10-20 ചാക്ക് സിമെന്റിന്റെ പൈസ തരാ. എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് റബ്ബേ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇന്നൊരു ഹദീസ് വായിച്ചു. ഇന്ന്
പടച്ചവനെ ഇന്നത്തെ ഗ്രൂപ്പിൽ ഞാനൊരു ഹദീസ് ഇട്ടു. അതിനകത്തൊരു ഹദീസ് കാണാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്നവർ, പള്ളി പണിയുന്നതിന് വേണ്ടി സദഖ കൊടുക്കുന്നവർ അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. ഈ പ്രതിഫലം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ ഖുർആൻ 300ഓളം ഖത്തമൂതി വെച്ചിരിക്കുന്ന മജ്ലിസാ. അത് മുഴുവനും അല്ലാഹുവേ മുത്തുനബിയുടെ റൗളയിലേക്ക് ഹദിയ ചെയ്തിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ സദഖ കൊടുക്കുമ്പോ വാങ്ങാൻ വരുന്നവന്റെ കയ്യിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കണേ. അവിടെ നിന്ന് സ്വഹാബി പറയുകയാണ്, കൊണ്ടുപോയിട്ട് വലിച്ചെറിയലല്ല, ഇന്നാ എടുത്തോന്ന് പറഞ്ഞു കൊടുക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കുമ്പോ വാങ്ങാൻ വരുന്നവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണേ. വലിച്ചെറിയല്ലേ, വലിച്ചെറിയല്ലേ. അത് അല്ലാഹു തന്ന നിഅമത്താ. ഈ മുകളിൽ നിൽക്കുന്ന കയ്യ് താഴെയാക്കാനും അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. ഈ കൊടുക്കുന്ന കൈ ഇങ്ങനെ നീട്ടിപ്പിക്കാനും അല്ലാഹുവിന് കഴിവുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്. പുച്ഛത്തോട് നിസാരതയോട് പടച്ചവനെ കൊടുക്കുന്ന പലരെയും നമുക്ക് കാണാമല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവര്, വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്ന പാവപ്പെട്ടവന്, അത് പള്ളിക്ക് വേണ്ടിയാണെങ്കിലും മദ്രസകൾക്ക് വേണ്ടിയാണെങ്കിലും യതീമീങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും രോഗികൾക്ക് വേണ്ടിയാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണേ. നിങ്ങളുടെ മുഖത്തിലൊരു പുഞ്ചിരി വേണേ, നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വേണേ. മനസ്സില്ല മനസ്സോടെ കൊടുക്കല്ലേ. കൊടുക്കുന്നവനും ചിരിക്കണം, വാങ്ങുന്നവനും ചിരിക്കണം. രണ്ടുപേരുടെയും മുഖത്ത് പ്രകാശം, രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം. അതാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ളതാണ് കൊടുക്കേണ്ടത്. അല്ലാഹുവേ, പ്രതിഫലമെന്തെന്നറിയുമോ? പ്രതിഫലമെന്തെന്നറിയുമോ? മോശമായ മരണത്തിൽ നിന്നുള്ള രക്ഷയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് 10 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും 50 ലക്ഷമാണെങ്കിലും പടച്ചവനെ ചിരിക്കുന്ന മുഖത്തോടെ ആ മനുഷ്യന്റെ കയ്യിലേക്ക് നീ അത് വെച്ചു കൊടുത്താ, മോശമായ മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, അല്ലാഹുവേ, നരകത്തിന്റെ അവകാശിയായിട്ടുള്ള മരണമുണ്ടല്ലോ, അങ്ങനെയുള്ള ദുർമരണങ്ങളിൽ നിന്ന് രക്ഷയാ. അല്ലാഹു നല്ല മരണം തരും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പെങ്ങന്മാരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പായിപ്പാട് പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന നിങ്ങളുണ്ടല്ലോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ഈമാനില്ലാത്ത മരണമില്ല. ഈമാനില്ലാത്ത മരണം അല്ലാഹു തരൂല. ആ സദഖ കൊടുത്തപ്പോ നിന്റെ മുഖത്ത് കണ്ട ഒരു പുഞ്ചിരിയുണ്ടല്ലോ, അത് വാങ്ങിച്ച മനുഷ്യന്റെ മുഖത്ത് കണ്ട പുഞ്ചിരിയുണ്ടല്ലോ. അല്ലാഹുവേ, മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് കാണുമല്ലോ. അതൊരു പ്രകാശമല്ലേ, അതൊരു പ്രകാശമല്ലേ. വെള്ളത്തുണിയിലടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ എല്ലാവരും വീടിന്റെ അകത്ത് കടന്നു വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ചിരിയാ സഹോദരാ, മുഖത്തെന്തു പ്രകാശവാ. കാണുന്നവന് പറയുന്നു ഉറങ്ങുകയാ, കാണുന്നവന് പറയുകയാ ഉറങ്ങുകയാ. ഈ മനുഷ്യൻ മരിച്ചില്ല, എന്തൊരു ചിരിയാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള
ഒരു മരണം, അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴെവിടെ വെച്ചാ ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ് പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തുഅമ്മീലു ഫിദ്ദുനിയാ ത്വവീലൻ വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീളിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. ഒരു രോഗവുമില്ലാത്തവർ മരിച്ചു പോകുന്നു വാപ്പാ. ചെറുപ്പക്കാരുകൾ, എത്രയോ ചെറുപ്പക്കാരുടെ മയ്യത്ത് നിസ്കരിച്ചവരാ, എത്രയോ പേരെ കൊണ്ടുപോയി കബറടക്കിയവരാ. എന്തേ ചിന്തിക്കാത്തത്? എന്തേ നിന്റെ മനസ്സിലൊരു മാറ്റം വരാത്തത്? എന്തേ നന്നാകണമെന്ന് തോന്നാത്തത്? അതുകൊണ്ട് പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ബോധത്തോടെ നടക്ക്. ഭൂമിയുടെ മുകളിലൂടെ സർവ്വതും നിന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയോടെ നടക്കുമ്പോ നീ ഓർത്തു വെക്കണേ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ലോകത്ത് ഏത് മൂലയിൽ പോയാലും തിരിച്ചു മുകളിൽ പോകണ്ടവനാ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണ്ടവനാ. ആ ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങള്, ഈ പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോ നല്ല മനസ്സോടെ ഇഖ്ലാസോടെ റബ്ബിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകൂ. കൊടുക്കുന്നത് പടച്ച റബ്ബിന്റെ കയ്യിലാ, നഷ്ടമില്ലല്ലോ, ലാഭം മാത്രമല്ലേ ഉള്ളൂ. ദുനിയാവിലെ ഖൈറും ബർക്കത്തുമാ, ജീവിതത്തിൽ വല്ലാത്ത സമാധാനമാ, അല്ലാഹുവിന്റെ സംരക്ഷണമാ, നല്ല മരണമാ, ഈമാനുള്ള മരണമാ, മുഖത്ത് പ്രകാശമാ. സ്വാലിഹീങ്ങളെ മയ്യത്ത് നമസ്കരിക്കാൻ വരികയാണ്. പടച്ച റബ്ബേ, മലക്കുകളുടെ സ്വാഗതം കേട്ട്, മലക്കുകളുടെ സ്വാഗതം കേട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ട്, പടച്ചവനെ ഒരു നല്ല മരണം തരണേ അല്ലാ. പടച്ചവനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന 40 പേര് നല്ലത് പറയുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പടച്ചവനെ സ്വാഗതം അരുളിത്തരുന്ന ഒരു നല്ല മരണം തരണേ അല്ലാ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നല്ല മനസ്സോടുകൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്യ്, അല്ലാഹുവിലേക്ക് അടുക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംരക്ഷണമാ, നല്ല മരണമാ, ഈമാനുള്ള മരണമാ, മുഖത്ത് പ്രകാശമാ. സ്വാലിഹീങ്ങളെ മയ്യത്ത് നമസ്കരിക്കാൻ വരികയാണ്. പടച്ച റബ്ബേ, മലക്കുകളുടെ സ്വാഗതം കേട്ട്, മലക്കുകളുടെ സ്വാഗതം കേട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ട്, പടച്ചവനെ ഒരു നല്ല മരണം തരണേ അല്ലാ. പടച്ചവനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന 40 പേര് നല്ലത് പറയുന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പടച്ചവനെ സ്വാഗതം അരുളിത്തരുന്ന ഒരു നല്ല മരണം തരണേ അല്ലാ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നല്ല മനസ്സോടുകൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ ചെയ്യ്, അല്ലാഹുവിലേക്ക് അടുക്ക്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.